അവളെ ആനന്ദിൽ നിന്നും ഒഴിവാക്കാൻ പറ്റിയ അവസരം ഒത്തുവന്നിരിക്കുക. അത് ഫലപ്രദമായി ഇപ്പൊ വിനിയോഗിക്കാം. അവളുടെ ആ കഴുത്തി കിടക്കുന്ന താലിമാല പൊട്ടിച്ചെറിയണം. ആനന്ദ് അവളെ ഉപേക്ഷിക്കണം. അതിനുള്ള തീ ഞാൻ അഖിലയുടെ മനസ്സിൽ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പൊ എന്താ വേണ്ടേ? പ്രിയങ്കയൊന്ന് വിളിക്കാം. വിലാസിനി ആന്റി ആണല്ലോ. ആ ഹലോ ആന്റി. എവിടെ ആന്റി? ഹോസ്പിറ്റലിലാ? ഇല്ല പ്രിയങ്ക, വീട്ടില. തൃച്ചംബരത്തെ സൂര്യന്റെ അസ്തമനം കഴിഞ്ഞു അല്ലേ ആന്റി? വേറെ ഒരു അസ്തമനം അല്ലല്ലോ പ്രിയങ്കെ, ഇനി ഒരു ഉദയമില്ലാത്ത അസ്തമനം. അതെ ആന്റി. ഇനി അങ്ങ് മുന്നോട്ട് എങ്ങനെ കാൽവെക്കൂന്നറിയാതെ കൂരിരുട്ടിൽ പതറി നിൽക്കുന്നത് ആനന്ദല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാ. തളർന്ന മനസ്സിൽ ഇരുളും കൂടി കടന്നാലുള്ള അവസ്ഥ അറിയോ ആന്റിക്ക്? ഈ അവസ്ഥ നമുക്ക് മുതലാക്കണം. എന്താ പ്രിയങ്കെ, പിന്നിൽ നിന്നും കടാര കുത്തി ഇറക്കണോ അഖിലയുടെ കഴുത്തിലേക്ക്? നോ 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 നോ, അത് പാടില്ല. ബിസിനസ് മാഗ്നറ്റായ ആനന്ദ് കൃഷ്ണൻ തെരുവോരത്ത് കൂടി ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാതെ ഭിക്ഷാപാത്രവും കയ്യിലേന്തി തപ്പിത്തടഞ്ഞു നടക്കണം. കൂടെ ഒക്കത്തൊരു കൊച്ചുമായി കല്യാണിയും. അത് അഖില കാണണം. കണ്ടില്ലെങ്കിൽ ആന്റി വിളിച്ചോണ്ട് പോയി കാണിച്ചു കൊടുക്കണം. അടുത്ത ദൃശ്യം നമ്മളും നാടും നാട്ടുകാരും കാണുന്നത് തൃച്ചംബരത്ത് ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന അഖിലയ, അല്ലെങ്കിൽ സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്ത അഖിലാണ്ടേശ്വരിയ. പ്രിയങ്കെ ആന്റി, ആ അപശകുനം പിടിച്ചവളുടെ കഴുത്തിൽ ആനന്ദ് കെട്ടിയ വരണമാല്യം അവന്റെ മരണമാല്യം ആണെന്ന് പാവം അവൻ അറിയാതെ പോയി. നീ പറഞ്ഞതൊക്കെ ശരിയാ. ഇനി നടക്കാൻ പോകുന്നത് അതൊക്കെ തന്നെയാ. പട്ടിണി കിടന്ന് നരകിക്കുമ്പോ ഗത്യന്തരം ഇല്ലാതെ സ്വയം ശപിച്ചുകൊണ്ട് അവള് തന്നെ ആ താലിമാല പൊട്ടിച്ചെറിയും. അതെ ആന്റി, അവള് നരകിക്കണം. അതുകൊണ്ട് ആസ്വദിക്കണ്ടേ ആന്റിക്ക്? വേണം പ്രിയങ്കെ. അന്ന് തൃച്ചംബരത്ത് മുഴങ്ങുന്ന പൊട്ടിച്ചിരി ഈ വിലാസിനിയുടേതായിരിക്കും. പിന്നെ കല്യാണി ഔട്ടോസിലേക്ക് വന്നിട്ടുണ്ട്. രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരികെ പോകുന്ന കേട്ടത്. പ്രിയങ്കെ, കിട്ടിയ അവസരം മുതലാക്കി കല്യാണിയുടെ താലിദോഷ ഇതിന്റെയെല്ലാം കാരണമൊന്നും ഞാൻ അഖിലയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഗുഡ്, അതാണ് വിലാസിനി. അയ്യോ സോറി ആന്റി, എനിക്കൊരു കോള് വരുന്നു. ആന്റി വെക്കേ, ഫ്രീ ആവുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഹലോ.
തൃച്ചംബരത്ത് ആചാരപ്രകാരമുള്ള ഒരു പൂജാവിധികളും നാളിതുവരെ മുടങ്ങിയിട്ടില്ല. പരമ്പരാഗത വിധികർമ്മങ്ങൾക്കും മുടക്കം വരുത്തി ഒരു പൂർവിക ശാപവും ഏറ്റിട്ടില്ല തറവാടിനു. പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ പാവങ്ങളുടെ കണ്ണീര് വീഴ്ത്തിയിട്ടില്ല. കണ്ണീര് തുടച്ചിട്ടേ ഉള്ളൂ ഇന്നുവരെ. ആയിരങ്ങൾ കന്നമുട്ടും തൃച്ചംബരത്ത് ഇങ്ങനെ ഒരു മഹാശാപം വന്ന് പതിച്ചിരിക്കുന്നു. അത് മാറണം. നഷ്ടപ്പെട്ടുപോയ കുലദൈവ ചൈതന്യം തിരികെ കിട്ടണം. കുടുംബത്തിന്റെ സൽപ്പേര് നിലനിന്നേ മതിയാകൂ. അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒറ്റ മാർഗം. നീ ആനന്ദിനെ മറക്കണം. എനിക്കെന്റെ മകനെ തിരികെ തരണം. എനിക്കെന്റെ മകനെ പഴയ രീതിയിൽ വേണം. വേണ്ട. അമ്മ എന്നത് വെറുമൊരു വാക്കല്ല, കത്തിപ്പടരാൻ കഴിയുന്ന അണയാത്ത കനല. സ്വയം ശരമേറ്റ് പിടയുമ്പോഴും മക്കളുടെ പ്രാണൻ രക്ഷിക്കാൻ വീണ്ടും വീണ്ടും ശരമേറ്റുവാങ്ങുന്ന മനസ്സ് അമ്മയുടേത്. നിനക്കതിനാവില്ല. നിന്റെ ഈ കണ്ണീരിന്റെ നനവിൽ വെറും ഒരു നിസ്സഹായനായി തണുത്തും വിറച്ചും മരവിച്ചു പോകാനുള്ളതല്ല എന്റെ മകന്റെ ജന്മം. കൊഴിഞ്ഞു പോകാനുള്ളതല്ല അവന്റെ സ്വപ്നങ്ങൾ. എനിക്കെന്റെ മകനെ തിരികെ തരണം. പകരമായിട്ട് നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. തൃച്ചംബരത്തെ അളവറ്റ സ്വത്ത് മാത്രമല്ല, നീ പകരമായി ചോദിക്കുന്നത് എന്റെ ജീവനാണെങ്കിൽ അതും തരും ഞാൻ. കാൽ വഴുതി നിലത്ത് വീണാൽ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ വേഗം ഉണങ്ങും. എന്നാൽ വാക്കുകൾ കൊണ്ട് മറ്റൊരാളുടെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങില്ല. എന്നും നീറിപ്പുകയുന്ന ഓർമ്മകളായി അവശേഷിക്കും. അന്ന് എന്റെ മകനെ കാണാതായപ്പോ തൃച്ചംബരം കത്തിച്ച് ചാമ്പലാക്കാൻ മുടിയുതിർത്തിട്ട് കണ്ണകിയെ പോലെ വന്ന് വാക്കുകൾ കൊണ്ട് എന്റെ ഹൃദയം കീറി മുറിച്ചില്ലേ നീ? എന്നിട്ട് എന്തായി? എന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോയ എന്റെ മകനെ കുരുടനാക്കിയില്ലേ നീ? അന്നത്തെ ആ കണ്ണകി എല്ലാം ത്യജിച്ച സീതയായി മാറണം. മാറിയേ മതിയാകൂ. സ്വന്തം മകന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് പണ്ട് ദേവേന്ദ്രൻ കർണനോട് ഭിക്ഷ ചോദിച്ചു വന്നില്ലേ? അതുപോലെ എന്റെ മകന്റെ ശേഷിച്ച ജീവിതം ഈരളടഞ്ഞു പോവാതിരിക്കാൻ ഈ അമ്മ മകന് വേണ്ടി നിന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുക. എനിക്കെന്റെ മകനെ തിരികെ തരണം.
ഞാൻ പോകുക. ഉചിതമായ ഒരു തീരുമാനമായിരിക്കണം നിന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. ഉണ്ടാവണം. മേഡം പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടല്ലോ അല്ലേ? എന്റെ വല്യുവിനെ തിരിച്ചു കൊടുക്കണമെന്ന്. വല്യുവിനെ പിരിഞ്ഞ് ഒരു നിമിഷമെങ്കിലും എനിക്ക് ജീവിക്കാനാവോ അമ്മ? അതും വല്യുവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഈ അവസരത്തില് അമ്മയുടെ മകൾക്ക് അതിനാവുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മ, കാഴ്ച നഷ്ടപ്പെട്ട് ഇരുളിലേക്ക് പോയത് എന്റെ ഭർത്താവല്ലേ? എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ്. എന്റെ ജീവിതമല്ലേ ഇരുളായി പോയത്? അങ്ങനെയുള്ള എന്നെ സമാധാനിപ്പിച്ച് ചേർത്ത് നിർത്തേണ്ടതല്ലേ എന്റെ ഭർത്താവിന്റെ അമ്മ? പറയാമേ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതിനു പകരം ആ അമ്മയുടെ മകളെ ഞാൻ തിരികെ കൊടുക്കണമെന്ന് എനിക്ക് പറ്റുമേ? അതിന് എനിക്ക് എന്റെ ജീവനാണ്. അങ്ങനെയൊന്നും വലിച്ചെറിയാൻ പറ്റുന്നതാണോ അമ്മ വലിയ കുഞ്ഞ്? അഖില മേഡത്തിന്റെ സ്ഥാനത്ത് അമ്മയാണെങ്കിൽ അങ്ങനെ പെരുമാറുമായിരുന്നോ? പറയാമേ, പറ. ശരിയാ, ഏതൊരമ്മയാണെങ്കിലും പറയും. വല്യുഞ്ഞിനെ ഇനി പഴയ അവസ്ഥയിലാക്കാൻ കോടികൾ വേണ്ടി വന്നേക്കും. അതിന് അമ്മയുടെ ഈ മകളെ കൂട്ടിയ കൂടില്ല. കൊടുക്കാം, വിട്ടുകൊടുക്കാമേ, വിട്ടുകൊടുക്കാം എന്റെ വല്യുഞ്ഞിനെ. വിട്ടുകൊടുക്കാം. വിട്ടുകൊടുക്കണമല്ലോ. വിട്ടുകൊടുക്കണം. എന്താ ഇതൊരു കരച്ചിൽ നിർത്തിയില്ലേ? അനിയൂട്ടാ, നീ ചെന്ന് കഴിക്ക്. സ്കൂട്ടർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോവാന്ന് കരുതി. ഇനി ആ സ്കൂട്ടറിന്റെ ആവശ്യം വരുമോ എന്റെ വലിയ കുഞ്ഞിന്? എന്താ കല്യാണി ഇത്? ആനന്ദ് പഴയതുപോലെ തിരികെ വരും, അതെനിക്ക് ഉറപ്പാ. ചേച്ചി വാ, ആഹാരം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോണ്ടേ? നീ കഴിച്ചാ നീ കൂട്ടാ, ചേച്ചിക്ക് ഇപ്പൊ വേണ്ട. കല്യാണി, ഇന്നിനി ആരും ഹോസ്പിറ്റലിലേക്ക് വരണ്ട. അരവിന്ദ് ഞാനും ഉണ്ട് ഹോസ്പിറ്റലില്. അല്ല,
എനിക്കും വരണം. കല്യാണി, ഈ രാത്രി അനിയൻകുട്ടനെ ഒറ്റയ്ക്കാക്കി നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ല. ഇല്ല, എനിക്കിവിടെ കിടന്നാ ഉറക്കം വരില്ല. കല്യാണി, നീ എപ്പോഴും ഞാൻ നിന്റെ സഹോദരനാണെന്ന് പറയാറുണ്ടല്ലോ. ആ അധികാരം വെച്ച് പറയാ, നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരണ്ട. എന്നും അനിയൻകുട്ടനെ സുജാതയുടെ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. അനിയൻകുട്ട, ചേച്ചി നീ കൂടെ ആഹാരം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. വാതിലടച്ചേക്ക്. ഞാൻ ഇറങ്ങുന്നു. വായിച്ചി. അധികം തരൂ. ആ ഫയലിംഗ് തരൂ. സ്കാൻ. Anand, look left. Look right. ആനന്ദിന് ഇപ്പോഴും ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലേ? ഒരു തടസ്സം പോലെ എന്തെങ്കിലും? ഇല്ല ഡോക്ടർ, ആകെ ഇരുട്ടാ. ഇരുട്ടല്ലാതെ കളർ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ആ ഫയലിംഗ് എടുക്കുക. ഞാനൊരു മെഡിസിന് കുറിച്ചിട്ടുണ്ട്. അത് 2 ഡ്രോപ്സ് വെച്ച് 3 നേരം കണ്ണിലൊഴിക്കണം. ഓക്കെ. ഒരു സ്കാൻ കൂടി ചെയ്യണം. ശരി ഡോക്ടർ. ആനന്ദ്, എല്ലാം ശരിയാവും. ഡോണ്ട് വറി, ടേക്ക് കെയർ. ഓക്കെ. കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോ.